ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു ഒരു കിടിലൻ കേക്ക് റെസിപ്പിയുമായിട്ട്. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക്. നിക്ക് പോവാൻ വരട്ടെ, ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു റെസിപ്പി എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അതൊരു 1 kg റെസിപ്പി ആയിരുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 2 kg റെസിപ്പിയും അതുപോലെ തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷനുമായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനും കാണാനായിട്ട് നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു അരിപ്പയും വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ, ലൈറ്റ് കൊക്കോ പൗഡർ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി വെക്കാം. എല്ലാ കേക്കിലും ഉണ്ടാക്കുമ്പോഴും ഞാൻ പറയുന്നതാണ് നന്നായിട്ട് അരിച്ചു മാറ്റി വെക്കാനായിട്ട്. ഇതുപോലെ ഒരു 3 പ്രാവശ്യം നിങ്ങൾ അരിച്ചു മാറ്റി വെക്കണം കേട്ടോ, നമ്മളെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്രാവശ്യം അരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബൗൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് അരിച്ചു കഴിഞ്ഞാൽ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലെടുത്തിട്ട് ഇതിലേക്ക് ഒരു 6 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. അതിലൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് തുടങ്ങണം. മുട്ട നന്നായി ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം വേണം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഒരുപാട് പേര് കേക്ക് ഉണ്ടാക്കുന്ന ഡൗട്ടും കാര്യങ്ങളായിട്ട് വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ താഴെ തന്നെ കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണുന്ന ഇതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആർക്കെങ്കിലും റിപ്ലൈ തരാത്തുണ്ടെങ്കിൽ ഒന്നും കൂടി കമൻസിൽ താഴെ ചോദിച്ചാൽ മതിയേ. ഇപ്പോൾ ഇതാ നമ്മൾ പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ബീറ്റർ ഒന്ന് ലോ സ്പീഡിലാക്കിയിട്ട് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ റെഡ് വെൽവെറ്റ് തയ്യാറാക്കുന്ന ആദ്യം തന്നെ നമ്മൾ ബട്ടർ മിൽക്ക് റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. അത് ഞാൻ എൻ്റെ മുന്നത്തെ റെഡ് വെൽവെറ്റിൻ്റെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്, ബട്ടർ മിൽക്ക് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലും അതിലേക്ക് 2 ടീസ്പൂണ് നമ്മുടെ വിനെഗറും കൂടി ഒഴിച്ച് ഒന്ന് പുളിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഞാൻ അതിലേക്ക് തന്നെയാണ് നമ്മളെ കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ കളർ മിസ്റ്റിൻ്റെ കളർ സ്പ്ലാഷ് എന്നുള്ള കളറാണ് എടുത്തിട്ടുള്ളത്, റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബട്ടർ മിൽക്കിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. അത് പുളിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം പുളിക്കാനായിട്ട് വെക്കുക, എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിപ്പോൾ നമുക്ക് മൈദയും കുറേശ്ശെ കളറും കൂടെ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാതിരുന്നത് 1 kg റെസിപ്പിയിൽ ഇട്ടതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതാ കുറേശ്ശെ ആയിട്ട് മൈദയും അതുപോലെ തന്നെ നമ്മളെ ബട്ടർ മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കളറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉള്ള കളർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കളർ ഇത്രയും നല്ല കളർ കിട്ടുന്നുണ്ട്. ഈ റെഡ് വെൽവെറ്റിന് സ്പെഷ്യലായിട്ട് വരുന്ന ഒരു കളറാണിത്. അവസാനം നമ്മൾ മൈദ വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതാ നമ്മളെ മൈദ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 kg ബാറ്റർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ
യോജിപ്പിച്ചെടുക്കണം. അടിയിലൊന്നും കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പതുക്കെ ചെയ്താൽ മതി. നമ്മൾ ആ എഗ്ഗ് പൊങ്ങി വന്നതൊന്നും താഴ്ന്നു പോവാതെ പതുക്കെ എല്ലാ ഭാഗത്തുനിന്നും യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ ഒരു ഹേർട്ട് ഷേപ്പുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ബട്ടർ പേപ്പറൊക്കെ പിരിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതൊരു സ്ക്യൂർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കാം, നമ്മൾ കേക്ക് ഒരേ ലെവലിൽ വരാനായിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒരു 3 പ്രാവശ്യം ടാപ്പ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 180 ഡിഗ്രിയിൽ എനിക്കിത് ബേക്ക് ചെയ്യാനായിട്ട് 45 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു സ്ക്യൂർ വെച്ചിട്ട് നടുവിൽ കുത്തി നോക്കി, ഒട്ടലും ഒന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മളെ ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കേക്കൊക്കെ ചൂടാറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ഹൈറ്റിൽ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കേക്ക്. കടല അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഐസിങ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നത് ഈ ഭാഗം പൊടിച്ചിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ 1 kg റെസിപ്പിയിൽ കാണിച്ചിട്ടുള്ളത് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇതിന് നമ്മൾ ഇതിൻ്റെ പൊടി തന്നെ ഇടുന്നത് കൊണ്ട് നമ്മൾക്ക് ഈ മുകൾ ഭാഗത്തു നിന്ന് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുള്ളതാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാ 3 ലെയറും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 2 kg ഒരു റൗണ്ട് ബോർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറത്തോട്ട് കുറച്ചൊന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം ഷുഗർ സിറപ്പ് വെച്ചിട്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് 1 കപ്പ് ഷുഗറും അതുപോലെ തന്നെ 2 കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നതാണ്. എന്നിട്ട് അത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കുക. എന്നിട്ട് അതാണ് നമ്മൾ കേക്കിൽ വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെഡ് വെൽവെറ്റിന് ഞാൻ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ മുന്നത്തെ റെഡ് വെൽവെറ്റിൻ്റെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മളൊരു ബ്ലൂബെറി ചീസ് കേക്കും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 1/2 കപ്പ് ക്രീം ചീസും അതുപോലെ തന്നെ 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ് ചെറിയാണോ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നും ഷോപ്പിൽ നിന്നും വാങ്ങുമ്പോൾ ചിലപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ ഉള്ളിലൊന്നും ഫില്ലിംഗ് ആയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്കിത് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മൾക്ക് അതിൻ്റെ പുറത്ത് ക്രീം ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ആ ഒരു ലെയർ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ
തേർഡ് ലെയറും വെച്ചു. ഷുഗർ സിറപ്പ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് കോട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് സെക്കൻഡ് കോട്ട് ക്രീമും കൂടെ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ കേക്ക് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് കവറിൽ ക്രീം ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ട് ക്രീം ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്കൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ക്രീം കുറവുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അവിടെയൊക്കെ ക്രീം ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പാലറ്റ് നൈഫൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള പണി ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഇതുപോലെ നന്നായിട്ട് ഷേപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ അധികം ഷേപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മുകളിൽ ഇതിൻ്റെ പൗഡർ ഇടണമല്ലോ. നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ ഞാൻ പറയില്ല നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലിടണം. അപ്പോൾ മുകളിൽ ഭാഗമൊന്നും വല്ലാണ്ട് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ കേക്കിൻ്റെ ആ പൗഡർ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈസിയാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കേക്ക്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ റോസ് ഫ്ലവർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേഷനായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെക്കറേഷനൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. ഇനി ഈ ബോർഡ് താഴേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ സെയിം ആ ഒരു പൗഡർ തന്നെ താഴെയും കൂടെ ഒരു ലൈനാക്കി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്താണ് പേരൊക്കെ എഴുതേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ എഴുതി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മളെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഫോണ്ടിൻ്റെ വെച്ചിട്ട് 2 ഹേർട്ട് ഷേപ്പും അതുപോലെ പേരും എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നും പറയുന്നത് പോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.